ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട് ഒരു വിശുദ്ധ പ്രഭാതം കൂടി ദാനമായി തന്നെ ദൈവത്തെ നന്ദിയുടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന വചനധ്യാനം എന്ന പ്രോഗ്രാമിൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രാണപ്രിയനെ പ്രത്യാശക്കരുണനെ, നിന്റെ വരവ് നനയ്ക്കുമ്പോൾ എനിക്കാനന്ദമേറെയുണ്ട്. എൻ്റെ പ്രാണപ്രിയനെ പ്രത്യാശക്കരുണനെ, നിന്റെ വരവ് നനയ്ക്കുമ്പോൾ എനിക്കാനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിനാഗ്രഹം അല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിനാഗ്രഹം അല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആയതിനാലെ കന്മഷം നീക്കി കർത്തനെ നോക്കിടാം, സ്വർഗീയതാതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആയതിനാലെ കന്മഷം നീക്കി കർത്തനെ നോക്കിടാം, സ്വർഗീയതാതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആമേൻ. ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ട്. നമ്മൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ നിത്യതയെ ഓർക്കുമ്പോൾ നമുക്ക് വളരെ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നീങ്ങിപ്പോകും. ആമേൻ. നമുക്ക് ഹല്ലേലൂയ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ തീർന്ന് ആ കർത്താവിന് നമ്മൾ എടുക്കപ്പെടുമ്പോൾ ആ ദൈവത്തോടൊത്തുള്ള വാസം ഏറ്റവും വലിയ സന്തോഷമാണ്. ആ നിത്യതയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കുക. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഹല്ലേലൂയ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 1:23 ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആമേൻ. യഹൂദന്മാർക്ക് ഇടർച്ചയാകും. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയായും. വി ആർ പ്രീച്ചിങ് ദ ക്രൂസിഫൈഡ് ജീസസ്. ഹല്ലേലൂയ. ആ ദൈവം ജീവിക്കുന്നു. ആകയാൽ നാം എന്ത് ചെയ്യും? ആ കർത്താവിൻ്റെ ക്രൂശ്, ഹല്ലേലൂയ, ആ ക്രൂശിനെയാണ് നാം ഹല്ലേലൂയ ഘോഷിക്കുന്നത്. ആ ക്രൂശിലാണ് നാം പ്രശംസിക്കുന്നത്. നമുക്ക് പ്രശംസിക്കാനുള്ളത് കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമാണ്. എന്താണ് ആ ക്രൂശ്? കർത്താവിൻ്റെ കരുതലാണ് അവിടെ കാണുന്നത്. ആമേൻ. എന്താണ് ആ കർത്താവിൻ്റെ കരുതൽ? അതായത് നമ്മെ കരുതിയ ദൈവം നമ്മുടെ പാപത്തെ, ശാപത്തെ, രോഗത്തെയും ഹല്ലേലൂയ സകല രോഗത്തെയും ആ ക്രൂശിലാണ് ദൈവം ജയാളിയായത്. ആമേ. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽക്കീഴിലാക്കിയത് ക്രൂശിലാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആകയാൽ നമുക്ക് പ്രശംസിപ്പാനുള്ളത് ക്രൂശിലാണ്. ഹല്ലേലൂയ. അത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ക്രൂശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ഈ ലേഖനം എഴുതിയിരിക്കുന്ന പൗലോസ് AD 56 എഫെസോസിൽ വെച്ച് എഴുതിയെന്ന് പറയുന്നു. ഹല്ലേലൂയ. കൊരിന്തിലെ സഭയ്ക്ക് എഴുതിയ 1ാമത്തെ ലേഖനമാണിത്. ഇതിനെ ഹല്ലേലൂയ 8 പാട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 1ാമത്തെ എന്ന് പറയുന്ന അതിൻ്റെ മുഖവുരയാണ്. ഹല്ലേലൂയ. അതേ വിശുദ്ധന്മാരെ വിളിക്കപ്പെട്ടിരുന്നപ്പെട്ട അവരുടെ അനുഗ്രഹങ്ങൾ. 2ാമത്തെ എന്ന് പറയുന്നത് 1:10 മുതൽ 4 ഹല്ലേലൂയ 21 വരെ സഭയിലെ അനൈക്യതയെക്കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. 3ാമത്തെ പാട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 3ാമത്തെ ഭാഗം സഭയിലെ ദുർനടപ്പിനെ കുറിച്ച് വിശദപരമായിട്ട് അതിനെ താക്കീത് ചെയ്തുകൊണ്ട് വിശ്വസ്തനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അത് 5ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ ഹല്ലേലൂയ 6:20 വരെയുണ്ട്. ഹല്ലേലൂയ. 5:1 മുതൽ 6:20 വരെ നമുക്കത് കാണുവാൻ കഴിയും. അടുത്ത 4ാമത്തെ എന്ന് പറയുന്നത് സഭയിലെ വിവാഹത്തെക്കുറിച്ച്. ആമേൻ. അത് 7ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അതായത് ഹല്ലേലൂയ ഡൈവേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചും വിവാഹമോചനമാണ് ഡൈവേഴ്സ്, വിവാഹമോചനത്തെക്കുറിച്ചും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പൗലോസ് വിശദമാക്കുന്നുണ്ട്. 5ാമത്തെ ഹല്ലേലൂയ
വിഭജനം എന്ന് പറയുന്നത് സഭയിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അത് 8-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ അതിനെക്കുറിച്ച് കാണുവാൻ കഴിയും. ആറാമത്തെ വിഭജനം എന്ന് പറയുന്ന സഭയിലെ ആരാധനയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ആമേൻ. അത് 11-ന്റെ 2 മുതൽ 14-ന്റെ 40 വരെ. 7-ാമത്തെ എന്ന് പറയുന്ന സഭയുടെ പ്രത്യാശ, അതായത് പുനരുത്ഥാനം. ഹല്ലേലൂയ. അതായത് ദൈവജനത്തിന്റെ ഉദ്ധാരണം, ഉയർപ്പ്. ഹല്ലേലൂയ. പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. അത് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 58 വരെ. ആമേൻ. 8-ാമത്തെ വിഭജനം എന്ന് പറയുന്ന സഭയ്ക്കുള്ള നിർദ്ദേശങ്ങൾ 16-ന്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആകയാൽ നമുക്ക് പ്രശംസിക്കാനുള്ള ക്രൂശിൽ മാത്രമാണ്. ആ കർത്താവിന്റെ ക്രൂശിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നു. ഒത്തിരി ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ഈ ലോകത്തിൽ നടക്കുന്ന സകലത് ആ കാൽവരി ക്രൂശിലാണ് നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അത് 1-ാം അധ്യായത്തിന്റെ 12-ൽ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാകുന്ന. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവിന്റെ ക്രൂശിൽ മാത്രമാണ്. ഹല്ലേലൂയ. ആ ക്രൂശാണ് നമ്മുടെ ജയം. നാം ഇന്നായിരിക്കുന്നത് ആ ക്രൂശിൽ കിട്ടിയ ജയമാണ്. നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, സൗഖ്യം, വിടുതൽ, ആശ്വാസം. എനിക്ക് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒന്നും അധികമില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് തരുന്ന ജ്ഞാനം, പരിജ്ഞാനമുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിൽ നാം ഓരോ ദിവസമായിരിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതായത് ഇത്രത്തോളം എനിക്ക് പ്രായമായി. ഇനി ഞാൻ ഹല്ലേലൂയ എന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുവാനല്ല. ആകെ നാം ഇന്ന് പൂർണ്ണമായിട്ട് തീരുമാനമെടുത്ത് ജോലിയെല്ലാം റിസൈൻ ചെയ്തു ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആകെ എന്താണ് പറയുന്നത്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. ആ ദൈവശക്തിയിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേട്ട ഓരോ മക്കളെയും കർത്താവിന്റെ പാദമെടുത്ത് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചു മാനിക്കണമേ. ആ ക്രൂശിന്റെ മറവിൽ മറഞ്ഞുകൊണ്ട് ഓരോ ദിവസം മുന്നേറുവാൻ, ആ നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ, ആ കർത്താവിനൊപ്പമുള്ള ജീവിതം നയിക്കുവാൻ തുടങ്ങുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്ന ഓരോരുത്തരെയും ഏതൊക്കെ രോഗത്താൽ ഭാരം, അവരെല്ലാം യേശുവിന്റെ രക്തത്താൽ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കർത്താവിന്റെ സ്ഥലം വരുന്നവരെ കർത്താവിന്റെ ചിറകന്മാർ മറയാം. ദൈവം നമ്മെ സകല സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ.